അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നതാണ്, ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെ അങ്ങ് സ്തുതിച്ച് അദ്ദേഹത്തിനെയും ഒരു ദൈവം ആക്കി അള്ളാഹുവിൻ്റെ ഒപ്പം, അതായത് അള്ളാഹുവിൻ്റെ മകനായിട്ട് കണ്ടു. നഊദുബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും ആമീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ പുനഃസൃഷ്ടിക്കും, എന്നിട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടും. അപ്പോൾ നിങ്ങൾ നഗ്നപാതരായിരിക്കും, അതായത് ചെരുപ്പൊന്നും ഇട്ടുണ്ടാവില്ല, തുണിയില്ലാത്തവരായിരിക്കും, പൂർണ്ണ നഗ്നരായിട്ട് ഒരു തുണിയില്ലാതെ, സുന്നത്ത് കല്യാണം കഴിക്കാത്തവരായിരിക്കും. അപ്പോൾ പിള്ളേരൊക്കെ ജനിച്ചു വരുന്ന പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഈ ദൈവിക വചനം ഓതി. അങ്ങനെ നാം ആദ്യ സൃഷ്ടിപ്പ് നടത്തി, നാം അത് വീണ്ടും ആവർത്തിക്കും. നമ്മളുടെ മേലിൽ നിർബന്ധമായ ഒരു വാഗ്ദാനമാകുന്നു ഇത്. തീർച്ചയായും നാം അത് ചെയ്തിരിക്കും. 21-ാമത്തെ സൂറത്ത് 104-ാമത്തെ ആയത്ത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, അതിൽ ഏറ്റവും ആദ്യം തുണി ഉടുപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം ആയിരിക്കും. അപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ഇനി എല്ലാവരെയും തുണി ഉടുപ്പിക്കണം. ആദ്യമായി തുണി ഉടുക്കുന്നത് ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ആയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടാമതാണ് തുണി ഉടുപ്പിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കുറേ ആളുകൾ അവരെ വലത്തേക്ക് എടുത്തുകൊണ്ട് പോകും, കുറച്ച് പേരെ ഇടതുഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഞാൻ പറയും, എൻ്റെ സഹാബാക്കൾ എന്ന് പറയും. അപ്പോൾ എന്നോട് പറയപ്പെടും, അവർ ഇസ്ലാമിനെ കൈവിട്ട് കളഞ്ഞ ആളുകളായിരുന്നു, നിങ്ങൾ അവരെ ഭൂമിയിൽ വിട്ടായി വന്നതിന് ശേഷം അവർ വഴിതെറ്റിപ്പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ കാഴ്ചയ്ക്ക് മുസ്ലിങ്ങളാണെങ്കിലും അവരെ നരകത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഇടത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്നതാണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഞാൻ പറയും, മറിയമിൻ്റെ മകൻ ഈസ എന്ന ദൈവഭയമുള്ള ഭയങ്കര ഭക്തിയുള്ള നബി പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയും. ഞാൻ അവരുടെ മേളിൽ സാക്ഷിയായിരുന്നു, ഞാൻ അവരോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ. പക്ഷേ നീ എന്നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നീയായിരുന്നു അവളുടെ മേലുള്ള നോട്ടക്കാരൻ, അല്ലെങ്കിൽ സാക്ഷി. അവർ ചെയ്യുന്നതിനെല്ലാം നീ സാക്ഷിയായിരുന്നു. ഇത് ക്രിസ്ത്യാനികൾക്കുള്ള ഭയങ്കരമായ ഒരു താക്കീതാണ്, മുഴുവൻ ലോകത്തിനുമുള്ള ഒരു താക്കീതമാണ്. എന്നിട്ട് തുടരുകയാണ് ആയത്ത്, നീ അവരെ ശിക്ഷിച്ചാൽ അവർ നിൻ്റെ അടിമകളാകുന്നു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. നീ അവർക്ക് പുറത്തു കൊടുത്താൽ നീ സർവശക്തനാകുന്നു, അതിബുദ്ധിമാനാകുന്നു. 5-ാമത്തെ സൂറത്ത് 117-118 ആയത്തുകൾ. അബീസ വിശദീകരിക്കുന്നു, ഇസ്ലാം ഉപേക്ഷിച്ച് മതത്തിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, അല്ലെങ്കിൽ മുർത്തദ്ദായ ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അവരുമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തിരുന്നു. ഇത് 1349-ാമത്തെ ഹദീസിൽ കണ്ടാണ്. അതിന് പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർലൻ സുമ്മ ഖറഅ കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ ഫഅവ്വലു മൻ യുക്സാ ഇബ്രാഹീമു ثم يؤخذ برجال من أصحابي ذات اليمين وذات الشمال فأقول أصحابي فيقال إنهم لم يزالوا مرتدين على أعقابهم منذ فارقتهم فأقول كما قال العبد الصالح عيسى بن مريم وما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. عن قبيصة قال هم المرتدون الذين ارتدوا على عهد أبي بكر فقاتلهم أبو بكر رضي الله عنه. ഇത് തെളിവായിട്ട് എടുത്തു പറയുന്നതാണ്. അതായത് ഇസ്ലാമിൽ നിന്നും മതം ഉപേക്ഷിച്ച് പുറത്തു പോയവരുമായിട്ട് ഇസ്ലാമിക ഭരണകൂടം യുദ്ധം ചെയ്യും. അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാമും അന്നേരം അങ്ങനെയാണ് പറയുന്നത്, എനിക്ക് ശേഷം എന്ത് അവർ കാണിച്ചു എന്ന് എനിക്കറിയില്ല റബ്ബേ, നീയാണ് സാക്ഷി. അവർക്ക് നീ ശിക്ഷ കൊടുക്കണമെങ്കിൽ നീ ശിക്ഷിച്ചോ, നീ അവരുടെ ഉടമസ്ഥനാവുന്നു, അല്ലെങ്കിൽ നീ എൻ്റെ അടിമയാണ് അവർ. അതുപോലെ നിനക്ക് വെറുതെ വിടാം, നീ ഭയങ്കര കഴിവുള്ളവനും ബുദ്ധിമാനും ഒക്കെ ആകുന്നു എന്ന് പറയാം. അത് തന്നെയാണ് റസൂലും പറയുക നമ്മളെപ്പറ്റി. അപ്പോൾ നമ്മളതിൽ ഉൾപ്പെടാതിരിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും ആമീൻ. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ
തിരിച്ചുവരവ് അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. മറിയം അലൈഹിസ്സലാമിൻ്റെ മകൻ നുസുലി ഈസ ഇബ്നു മറിയമ അലൈഹിസ്സലാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരുടെ കയ്യിലാണ് എൻ്റെ ആത്മാവ് ഇരിക്കുന്നത് അവനാണ് സത്യം, അതായത് അള്ളാഹു ആണ് സത്യം. തീർച്ചയായും ഈസ, അതായത് യേശു അല്ലെങ്കിൽ ജീസസ്, മറിയമിൻ്റെ മകൻ അലൈഹിസ്സലാം പെട്ടെന്ന് തന്നെ വരും അല്ലെങ്കിൽ ഉടനെ വരും നിങ്ങളിലേക്ക്, അതായത് മുസ്ലിങ്ങളിലേക്ക്. എന്നിട്ട് അദ്ദേഹം നീതിപരമായി വിധിക്കും, അതായത് ഭരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. ഖുർആനിൻ്റെ നിയമം അനുസരിച്ച് നീതിമാനായ ഭരണാധികാരിയായിക്കൊണ്ട് അദ്ദേഹം കുരിശ് പൊട്ടിച്ച് കളയും അല്ലെങ്കിൽ നശിപ്പിക്കും. അത് ചിലപ്പോൾ ഒരു കുരിശ് പൊട്ടിക്കുന്നതായിരിക്കും, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പൊട്ടിപ്പോവുകയോ, അതല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് ചെയ്യുമ്പോൾ ബാക്കി പിന്നെ മുസ്ലിങ്ങൾ പൊട്ടിച്ച് കളയുകയോ, അതല്ലെങ്കിൽ ഒരു കുരിശ് പൊട്ടിക്കുമ്പോൾ ലോകത്തിൽ പിന്നെ കുരിശില്ലാതെയാവുകയും ചെയ്യാം. മുഅ്ജിസത്താണ്, നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് നടക്കുകയെന്ന്. കാരണം ഇത് ഗൈബായ കാര്യമാണ്, ഭാവിയിൽ വരാനിരിക്കുന്നതാണ്, എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം. അപ്പോൾ കുരിശ് പൊട്ടിച്ച് കളയും, പന്നികളെ കൊന്ന് കളയും, അത് കഴിഞ്ഞാൽ പിന്നെ പന്നിയില്ല ഭൂമിയിൽ. അതും ഈ പറയുന്ന പോലെ ചിലപ്പോൾ ദുആ ചെയ്യുമ്പോൾ എല്ലാം യജൂജ് മജൂജൊക്കെ ചാവുന്നത് പോലെ പന്നികളെല്ലാം ചത്തുപോവാണോ, അത് ഒരു പന്നിയെ കൊല്ലുമ്പോൾ ബാക്കിയെല്ലാ പന്നിയും ചത്തുപോവാണോ നമുക്കറിയില്ല. പിന്നെ ജിസിയ നിർത്തലാക്കും, അതായത് അമുസ്ലിങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുമ്പോൾ കൊടുക്കുന്ന തലക്കരം. കാരണം അതിനുശേഷം മുസ്ലിം അല്ലാത്തവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ മറ്റു മതത്തിന് സ്ഥാനം ഇല്ല. ഈസാ അലൈഹി സ്വലാം അത് സമ്മതിക്കില്ല. സമ്പത്ത് കുന്നുകൂടും, എന്തുമാത്രം എന്ന് വെച്ചാൽ അത് ആർക്കും പിന്നെ വേണ്ടാതെ വരും. അപ്പോൾ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ അയാളത് മേടിക്കില്ല, അയ്യേ പൈസ വരുന്നു എന്ന് പറയുന്നത് പോലെ. അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഓർക്കുകയാണെങ്കിൽ ആളുകൾക്ക് 5 പൈസയും 10 പൈസയൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അതുകൂടി 25 പൈസയായി, 1 രൂപയായി, ഇപ്പോൾ 5 രൂപ 10 രൂപ, അതിൽ കുറച്ച് 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ തിരിച്ചു തരും, വലിയ ചീത്ത വിളിക്കും, അതിൽ മേടിക്കില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അതായത് പൈസയ്ക്ക് വിലയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് ഇനി എല്ലാവരുടെ അടുത്തും ഭയങ്കരമായ പൈസയായി കഴിയുമ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആരും മേടിക്കില്ല, ഒരാൾക്കും വേണ്ട. സക്കാത്ത് കൊടുത്താൽ ആർക്കും വേണ്ട, സദക്ക കൊടുത്താൽ ആർക്കും വേണ്ട, അങ്ങനെയുള്ളൊരു അവസ്ഥ. നമ്മൾ ഈ ലോകാവസാനത്തെ പറ്റി പറയുമ്പോൾ അതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചല്ല പറയുന്നത്. അപ്പോൾ അതായത് ആ മുസ്ലിങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ മേടിക്കുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ മുസ്ലിങ്ങൾ മേടിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം സക്കാത്തോ സദക്കയോ കൊടുത്താൽ മേടിക്കാൻ ആൾ ഉണ്ടാവുകയില്ല. അള്ളാഹുവിനോടുള്ള ഒരു സുജൂദ് അത് ഈ ഭൂമിയേക്കാളോ അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളോ വലുതായി കണക്കാക്കപ്പെടും. അതായത് ലോകം അവസാനിക്കുമെന്ന് അന്നുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി. സൂര്യൻ പടിഞ്ഞാറൊന്ന് ഉദിക്കുകയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ കണ്ടു, എല്ലാവർക്കും മനസ്സിലായി ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിലെ അവർക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതായത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ജീവിച്ചു പോകും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സമ്പത്തുണ്ടാക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഒക്കെ ആളുകൾ മടിക്കുമായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിലോ പള്ളിയിലോ ഒക്കെ സ്ഥിരം നിസ്കാരവും ഒക്കെ ആയിട്ടായിരിക്കും. അതിൽ പറയുന്നത് ഒരു സുജൂദ് ഭൂമിയേക്കാളും വലുതായിട്ട് അല്ലെങ്കിൽ ലോകത്തിനേക്കാളും വലുതായിട്ട് അവർ കാണും. അപ്പോൾ വേറെ ഒന്നും അവർക്കിനി വേണ്ട, സുജൂദ് മാത്രം മതി എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. അബൂ ഹുറൈറ കൂട്ടിച്ചേർക്കുന്നു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഖുർആനിൻ്റെ ആയത്ത് ഓതാവുന്നതാണ്. എന്നിട്ട് അപ്പോൾ അവിടെ മറ്റ് ആരും ഉണ്ടാവുകയില്ല. അഹ്ലുൽ കിതാബിനെയാണ് ഉദ്ദേശിക്കുന്നത്, യഹൂദന്മാരും ക്രിസ്ത്യാനികളും. അവരെ എല്ലാവരും അദ്ദേഹത്തിൽ വിശ്വസിക്കും, അതായത് മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാം. കാരണം അദ്ദേഹത്തിനെ അവർ ഒരു സന്ദേശവാഹകൻ, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ ആയി കാണുകയും ഒരു മനുഷ്യൻ മാത്രമായി കാണുകയും ചെയ്യും. ദൈവപുത്രൻ, ദൈവം, 3-1 ഇതൊക്കെ അങ്ങ് മാറിയിട്ട് വെറും മനുഷ്യൻ ആയി മാറും. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ലോകത്തിലുള്ള എല്ലാ അഹ്ലെ കിതാബുകാരും ഇത് അംഗീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും അംഗീകരിക്കും, മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. ഇതിൽ പറഞ്ഞിട്ടില്ല, മുമ്പോട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട് ജിസിയ ഇല്ലാന്ന്. അപ്പോൾ മറ്റു മതങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഇവർ രണ്ടുപേരുമാണ് സംശയത്തിലുള്ള ഈസാ നബിയുടെ കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കും എടുത്തു പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം. കാരണം ഒരാൾ പറയുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് മറിയം അലൈഹി ഇസ്ലാമിന് അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായതാണ് എന്ന് പറയുന്നവരാണ് യഹൂദന്മാർ. അതുപോലെ ക്രിസ്ത്യാനികൾ പറയുന്നു ഇല്ല, ദൈവപുത്രനാണെന്ന്. അപ്പോൾ രണ്ടുപേരും രണ്ടേ അറ്റം വരെയാണ്. നമ്മളിതിൻ്റെ നടുക്കാണ്, നബിയാണ്, അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതമാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയം ആവുമ്പോൾ, അതായത് മരണത്തിൻ്റെ മലക്ക് അദ്ദേഹത്തിനെ സമീപിക്കുമ്പോൾ ഇവരെല്ലാവരും മുസ്ലിം ആയിട്ടുണ്ടാവും. ഖിയാമത്ത് നാളിൽ, അതായത് ഉയർത്തെഴുന്നേൽപ്പ് ദിവസം ഈസാ അലൈഹിസ്സലാം അവർക്കെല്ലാം മുകളിൽ അല്ലെങ്കിൽ അവർക്കെതിരെ സാക്ഷി ആയിരിക്കും. 4-ാം സൂറത്ത് 159-ാമത്തെ ആയത്ത്. ഫത്ഹുൽ ബാരിയിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അൽ ജിസിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അൽ ഹർബ് എന്നതിന് പകരം. അൽ ജിസിയ എന്ന് പറയുന്നത് വിശദീകരണത്തിൽ പറയുന്നു അത് അമുസ്ലിങ്ങളുടെ മേലിൽ ഉള്ള ഒരു തലക്കരം ആകുന്നു. ഇസ്ലാമിക രാജ്യത്തിൽ താമസിക്കുന്ന അമുസ്ലിങ്ങൾക്ക് അവർക്ക് അവരുടെ സ്വന്തം മതം അനുസരിച്ച് ജീവിക്കാനും ഇസ്ലാം സ്വീകരിക്കാതിരിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം അതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈസാ അലൈഹി ഇസ്ലാം അത് നിർത്തലാക്കും. അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല. അതായത് ഇനി ജിസിയ വേണ്ട, നിങ്ങളെല്ലാവരും മുസ്ലിമായേ പറ്റുള്ളൂ എന്ന് പറയും. അന്ന് അവർക്കെല്ലാവർക്കും ഇസ്ലാം സ്വീകരിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും ഉണ്ടായിരിക്കുകയില്ല. സമയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദി നഫ്സി ബിയദി ലയൂശികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയമ ഹകമൻ അദ്ലൻ ഫയക്സിറ സ്വലീബ വയഖ്തുലൽ ഖിൻസീറ വയദഅൽ ജിസിയ ويفيض المال حتى لا يقبله أحد حتى تكون سجدة الواحدة خير من الدنيا وما فيها. ثم يقول أبو هريرة واقرأوا إن شئتم وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. 4-ാം സൂറത്ത് 159-ാമത്തെ ആയത്ത്. ഈ ഹദീസിനെ പറ്റി ചില തർക്കങ്ങളൊക്കെ ഉണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. അതായത് ഈസാ അലൈഹി ഇസ്ലാം വന്ന് പുതിയൊരു നിയമം നടപ്പിലാക്കുമല്ലേ, ജിസിയ നിർത്തലാക്കുമല്ലേ എന്ന്. അപ്പോൾ വേറെ പണ്ഡിതന്മാർ ഇതിന് പറയുന്നത് ഈ ജിസിയ ഈസാ അലൈഹി ഇസ്ലാം നിർത്തലാക്കും എന്ന് ഹദീസിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന റസൂലാണ്. അപ്പോൾ റസൂലിൻ്റെ ഒരു ഉത്തരവിനെ പാലിക്കുക എന്നുള്ളതാണ് ഈസാ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്. ലോകാവസാനത്തിൽ മതത്തിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ എങ്ങനെയായിരിക്കും മറിയമിൻ്റെ മകനായ ഈസാ അലൈഹി ഇസ്ലാം നിങ്ങൾക്കിടയിൽ വന്ന് ഇറങ്ങുകയും എന്നിട്ട് നിങ്ങളുടെ ആളുകൾക്കിടയിൽ വിധി പറയുകയും ചെയ്യുമ്പോൾ ഖുർആനും അതിൻ്റെ നിയമമായത് ഹദീസും റസൂലിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, പക്ഷേ ഗോസ്പൽ അതല്ലെങ്കിൽ ഇഞ്ചീൽ അനുസരിച്ച് അല്ല. ഈസാ അലൈഹി ഇസ്ലാം വരുമ്പോൾ മുസ്ലിമായിട്ടാണ് വരുന്നത്. ഹദീസും ഖുർആനും അനുസരിച്ചിട്ടായിരിക്കും, ശരിയ നിയമം അനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹം വിധി പറയുക, അല്ലാതെ ഇഞ്ചീൽ അനുസരിച്ച് അല്ല. അത് ഖുർആൻ ഇറങ്ങിയതോടുകൂടി അതിന് കാലഹരണപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, ഭൂമിയിൽ അതിപ്പോൾ ഇല്ല, പൂർണ്ണമായിട്ടും ഇറങ്ങിയതുപോലെ. അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാം ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. അന്ന അബൂ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയമ ഫീകും വ ഇമാമുക്കും മിൻകും. ബനി ഇസ്രായേലിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാദുക്കിറ അൻ ബനി ഇസ്രായേൽ. റബീഅ ബിൻ ഹിറാഷ് വിശദീകരിക്കുന്നു, ഉഖബ ബിൻ അംർ ഹുദൈഫയോട് പറഞ്ഞതായിട്ട്, ഹുദൈഫയോട് ചോദിച്ചതായിട്ട്, ഉഖബ ബിൻ അംർ ഹുദൈഫയോട് ചോദിച്ചതായിട്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിങ്ങൾ കേട്ടത് എന്താണ് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരാത്തത് എന്നവർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്, ദജ്ജാൽ വരുമ്പോൾ അവൻ്റെ കൂടെ തീയും വെള്ളവും ഉണ്ടാവും. ആളുകൾ എന്താണോ തീയായി കാണുന്നത് അല്ലെങ്കിൽ തീയായി പരിഗണിക്കുന്നത് അത് തണുത്ത വെള്ളമായിരിക്കും. ആളുകൾ തണുത്ത വെള്ളമായി എന്തിനെയാണോ കാണുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അത് കരിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കുന്ന തീയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇതിന് മുമ്പിൽ അകപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത് കണ്ടാൽ തീയായി കാണുന്നത് എന്താണോ അതിലേക്ക് അവൻ ചാടിക്കൊള്ളട്ടെ. കാരണം യഥാർത്ഥത്തിൽ അത് തണുത്ത ശുദ്ധമായ വെള്ളമാകുന്നു. عن ربيع ابن حراش قال قال عقبة ابن عمرو لحذيفة ألا تحدثنا ما سمعت من رسول الله صلى الله عليه وسلم قال إني سمعته يقول إن مع الدجال إذا خرج ماء ونارا فأما التي يرى الناس أنها النار فماء بارد وأما الذي يرى الناس أنه ماء بارد فنار تحرق فمن أدرك منكم فليقع في الذي يرى أنها نار فإنه عذب بارد. ഹുദൈഫ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ ഇങ്ങനെയും അദ്ദേഹം അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്ക് ശേഷം വരുന്ന ജനങ്ങളിൽ ഒരാളുടെ അടുത്ത് മരണത്തിൻ്റെ മാലാഖ അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് എത്തി അയാളുടെ ആത്മാവ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്, മലക്കുൽ മൗത്ത് എന്നാണ് ഹദീസിലും ഖുർആനിലും ഒക്കെ വന്നിട്ടുള്ള പേര്. അസ്രായീൽ അലൈഹി ഇസ്ലാം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ആ പേര് തെളിവില്ലാത്തതാണ്. അങ്ങനെ അയാളുടെ ആത്മാവിനെ പിടിച്ചു അല്ലെങ്കിൽ റൂഹിനെ എടുത്തു. എന്നിട്ട് അയാളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? അതൊരു മോശം മനുഷ്യനായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു,
നല്ല കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് എനിക്ക് തീരെ ഓർമ്മയില്ലാന്ന്. അതായത് ജീവിതത്തിൽ എടുത്തു പറയാനും മാത്രം ഒരു നന്മ പോലും ഇല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നന്മ പോലും ചെയ്യാത്തൊരു മനുഷ്യൻ, അങ്ങനെ ആളില്ല നമ്മുടെ ഒരു അറിവിൽ. ആളോട് പറഞ്ഞു നീ വീണ്ടും ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് കാര്യമായിട്ടൊന്നും ഓർമ്മ വരുന്നില്ല. ഒരു കാര്യമുണ്ട്, ഞാൻ കച്ചവടം നടത്താറുണ്ടായിരുന്നു ആളുകളുമായിട്ട്, അതായത് ഭൂമിയിലെ ആളുകളുമായിട്ട്. അപ്പോൾ ആൾ അങ്ങ് ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, ഭൂമിയിലല്ല, ആത്മാവിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള ആളുകളുമായി ഞാൻ കച്ചവടം നടത്താറുണ്ടായിരുന്നു. ഞാൻ കച്ചവടം നടത്തുമ്പോൾ പൈസ മേടിക്കണമല്ലോ, സാധനം കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നതിൽ പണക്കാർക്ക് ഞാൻ താമസം കൊടുക്കാറുണ്ടായിരുന്നു, അതായത് പൈസ തരാൻ വേണ്ടി ഒരുപാട് സമയം കൊടുക്കുമായിരുന്നു. പാവങ്ങൾക്ക് ഞാൻ പുറത്തു കൊടുക്കുമായിരുന്നു, അതായത് അവരുടെ അടുത്ത് പൈസ മേടിക്കാറില്ലായിരുന്നു കടക്കാരികളിൽ നിന്ന്. അങ്ങനെ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചു. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പ വഴിയാണ്, നമുക്കൊക്കെ ആലോചിക്കാവുന്നതാണ്. قال حذيفة وسمعت يقول إن رجلا كان في من كان قبلكم أتاه الملك ليقبض روحه فقيل له هل عملت من خير قال ما أعلم قيل له انظر قال ما أعلم شيئا غير إني كنت أبايع الناس في الدنيا وأجازيهم فانظر الموسر واتجاوزوا عن المعسر فأدخله الله الجنة. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.